ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്ക്രീൻ കാണാമെന്ന് കരുതുന്നു. എന്റെ ശബ്ദവും കേൾക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പദപീഠത്തിൽ വീണ്ടും ദൈവവചനം ചിന്തിപ്പാൻ കർത്താവ് നമ്മളെ കൂട്ടി വരുത്തിയല്ലോ. ചുരുക്കം പേരാണെങ്കിലും ദൈവത്തിന്റെ വചനം അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ ബുദ്ധിയെയും തുറക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നത് ഗ്രഹിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരുന്നത് ഈ ലേവ്യ പുസ്തകത്തിൽ നിന്നാണ്. ലേവ്യ പുസ്തകത്തിലുള്ളതായ ബന്ധത്തിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നിർത്തിയത് ലേവ്യ പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളും 5-ാം അധ്യായം കൂടെ ചേർന്നാണ് നമ്മൾ ചിന്തിച്ചത്. ആദ്യത്തെ 5 അധ്യായങ്ങളിൽ യാഗങ്ങളെ കുറിച്ചുള്ളതായ പ്രതിപാദനമായിരുന്നു നാം ചിന്തിച്ചത്. അതിൽ അകൃത്യയാഗത്തിന്റെ പ്രാധാന്യം പ്രത്യേകം നമ്മൾ അല്പം വിശദീകരിച്ച് ചിന്തിപ്പാനായിട്ടിടയായി. അതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ഒക്കെ കടന്നു വരുന്നതായ അകൃത്യങ്ങളുണ്ട്. അകൃത്യങ്ങളോടുകൂടെ നാം ദൈവസന്നിധിയിൽ വന്നാൽ ദൈവം നമ്മുടെ ആരാധനയോ പ്രാർത്ഥനയോ കേൾക്കുകയില്ല എന്ന് നാം അറിയേണ്ടതിന് വേണ്ടിയാണ് അത് നാം ശാന്തമായി അല്പം വിശദീകരിച്ച് ചിന്തിപ്പാനായിട്ടിടയായി തീർന്നത്. ലേവ്യ പുസ്തകത്തിൽ ഇനിയും പ്രധാനമായിട്ടുള്ള 2 സെക്ഷനും കൂടാണ് നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത്. പുതിയ നിയമ സഭയോടുള്ളതായ ബന്ധത്തിൽ പ്രത്യേകിച്ച് എല്ലാം പുതിയ നിയമസഭയുള്ളതായ ബന്ധത്തിൽ തന്നെയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതായ 2 വിഷയങ്ങളാണ്. ഒന്ന്, പാപപരിഹാര ദിവസം, മഹാപാപപരിഹാര പെരുന്നാൾ എന്ന് പറയുന്ന ആ പെരുന്നാളിനെ കുറിച്ച് അല്ലെങ്കിൽ മഹാപാപ പരിഹാരത്തെ കുറിച്ചുള്ളതായ വിശദമായ പഠനം. അത് കർത്താവിന്റെ കാൽവറി ക്രൂശ് എങ്ങനെയാണ് അതിനകത്ത്, അല്ലെങ്കിൽ കാൽവറി ക്രൂശിന്റെ മനസ്സിലാക്കേണ്ടതിന് ആ പാപപരിഹാര പെരുന്നാൾ എങ്ങനെയാണ് നമുക്കത് പ്രയോജനപ്പെടുന്നത് എന്ന് പഠിക്കേണ്ടതാണ്. 2-ാമത്തെ വിഷയം ഇസ്രായേൽ മക്കൾക്ക് യഹോവയായ ദൈവം കൽപ്പിച്ചു കൊടുത്തതായ ഉത്സവങ്ങളെ കുറിച്ചാണ്. ആ ഉത്സവങ്ങളിലാണ് രക്ഷയുടെ അടിസ്ഥാനം മുതൽ വിശുദ്ധീകരണം, ആരാധന എല്ലാം അതിനകത്താണ് നമുക്ക് ചേർന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഉത്സവങ്ങളെ കുറിച്ചുള്ളതായ പഠനമാണ്. അത് ലേവ്യ പുസ്തകത്തിന്റെ ഏതാണ്ട് ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് നാം പെട്ടെന്ന് ചിന്തിച്ചു പോകുന്നത് ലേവ്യ പുസ്തകം 6 മുതൽ 14 വരെയുള്ളതായ അധ്യായങ്ങളുടെ ഒരു ഏകദേശ ചുരുക്കം മാത്രമേ ഉള്ളൂ. പ്രധാനമായും ഈ അധ്യായങ്ങളിൽ 6 മുതൽ 14 വരെയുള്ളതായ ഏതാണ്ട് 9 അധ്യായങ്ങളിൽ 4 പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ 4 വിഷയങ്ങൾ: ഒന്ന്, ലോസ് ഓഫ് സാക്രിഫൈസ്, അതായത് യാഗത്തിന്റെ നിയമങ്ങളാണ്. 2-ാമത് പ്രീസ്ലി കോൺസിക്രേഷൻ, പുരോഹിതന്മാരെ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നതിനുള്ളതായ പുരോഹിതന്മാരെ കരപൂരണം ചെയ്ത് വിശുദ്ധീകരിച്ച് വേർതിരിക്കുന്നതായ പ്രക്രിയയാണ് 2-ാമത്തെ സെക്ഷൻ. ഒന്ന്, ലോസ് ഓഫ് സാക്രിഫൈസ്, അതായത് യാഗ നിയമങ്ങൾ. 2, പ്രീസ്ലി കോൺസിക്രേഷൻ, പുരോഹിതന്മാരെ കരപൂരണം ചെയ്ത് വിശുദ്ധീകരിച്ച് ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്നതായ ഭാഗമാണ്. 3-ാമത്തത് പ്രധാനമായും ശുദ്ധീകരണ നിയമമാണ്, അല്ലെങ്കിൽ ക്ലീൻ ആൻഡ് അൺക്ലീൻ. ദൈവസന്നിധിയിൽ വിശുദ്ധവും അശുദ്ധവുമായ കാര്യങ്ങളെ വേർതിരിക്കുന്നതായ 3-ാമത്തെ ഭാഗമാണ്. 4-ാമത്
പ്യൂരിഫിക്കേഷൻ ലോസ് എന്ന് പറയുന്നത് ശുദ്ധീകരണ നിയമം. ഈ നാലും ഏതാണ്ട് ഇസ്രായേൽ മക്കളോടുള്ളതായ ബന്ധത്തിൽ അത് നമുക്ക് ഒതുക്കി നിർത്തുവാനായിട്ട് കഴിയും. പുതിയ നിയമവുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ തന്നെയും ഇതിനകത്തെ മെജോറിറ്റി ഭാഗങ്ങൾ പുതിയ നിയമത്തിൽ അനുഷ്ഠിക്കേണ്ടതായി വരുന്നില്ല. ഉദാഹരണത്തിന് ശുദ്ധവും വിശുദ്ധവും അശുദ്ധവുമായിട്ടുള്ളതായ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് അതിന്റെ നിയമങ്ങളൊന്നും തന്നെ നമുക്ക് എടുത്തു പറയുന്നതായി കാണുവാൻ കഴിയുന്നില്ല. 2, പ്രീസ്ലി കോൺസെക്രേഷൻ, അതിന്റെ ആ ഫിസിക്കലായിട്ടുള്ളതായ ആചാരങ്ങളോ ഫിസിക്കലായിട്ടുള്ളതായ ചടങ്ങുകളോ ഒന്നും തന്നെ പുതിയ നിയമത്തിൽ ഇല്ല. കാരണം അഹരോന്യ പൗരോഹിത്യം കർത്താവിന്റെ മരണത്തോടുകൂടെ ആ പൗരോഹിത്യം എന്ത് ചെയ്തു? അവസാനിച്ചു. അതുകൊണ്ട് ആ പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെടുന്നതായ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ ആസിറ്റീസ് അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസോടുകൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ അതിന്റെ ഇൻസൈഡിലേക്ക് പോകുമ്പോൾ ആത്മീകമായിട്ടുള്ളതായ അർത്ഥം നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോ അത് നമുക്ക് പഠിക്കുവാനായിട്ട് പുതിയ നിയമത്തിൽ പൗലോസ് നമുക്കൊരു ലേഖനം തന്നിട്ടുണ്ട്. അതാണ് എബ്രായ ലേഖനം. ആ എബ്രായ ലേഖനവും ഈ പ്രീസ്ലി കോൺസിക്രേഷനും കൂടെ ചേർത്ത് നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, ആരായിരിക്കണം, അവന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, അവൻ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ചെല്ലേണ്ടത് എന്നുള്ളതായ കാര്യം നമുക്ക് വിശദമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ലേവ്യ പുസ്തകത്തിലെ പ്രീസ്ലി കോൺസിക്രേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ കരപൂരണ പ്രക്രിയ എന്ന് പറയുന്നത് ഇസ്രായേലിന് അല്ലെങ്കിൽ ലേവി ഗോത്രത്തിന് വേണ്ടി മാത്രം നൽകിയിരിക്കുന്നതായ കാര്യമാണ്. ഇനിയും 4ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ലോസ്, ശുദ്ധീകരണ നിയമങ്ങളാണ്. ആ ശുദ്ധീകരണ നിയമങ്ങളും ശാരീരികമായിട്ടുള്ളതായ കാര്യങ്ങൾ, സോഷ്യൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഫാമിലി സംബന്ധമായിട്ടുള്ളതായ വിഷയങ്ങളൊക്കെ അവിടെ വിശദീകരിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അത് നമുക്ക് വിശദീകരിച്ച് അതിനകത്തേക്ക് പോകുവാനായിട്ട് ആവശ്യമില്ലാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും അത് വളരെ പെട്ടെന്ന് അതിന്റെ ഹെഡിങ്ങുകൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് എന്താണ് ആ അധ്യായങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളൊന്ന് വേഗത്തിലൊന്ന് ചിന്തിച്ചു പോകാം. 6 മുതൽ 14 വരെയുള്ളതായ അധ്യായങ്ങളെ ഒറ്റ നോട്ടത്തിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുവാൻ അല്പം വിശദീകരണം നമുക്ക് ഇതിന് ശേഷം ചിന്തിക്കാം. 6-7 അധ്യായങ്ങൾ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഓഫറിങ്സ്. 5 വരെയുള്ളതായ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചതായ നിയമങ്ങളുടെ തുടർമാനമായിട്ട് നമുക്ക് 6-7 അധ്യായങ്ങൾ കാണുവാനായിട്ട് കഴിയും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതായ വിഷയങ്ങൾ പ്രീസ്ലി ഡ്യൂട്ടീസ് ആൻഡ് പോർഷൻസ്, അതായത് പുരോഹിതന്മാരുടെ കർത്തവ്യങ്ങളും കടമകളും അവർക്ക് ലഭിക്കുന്നതായ ഓഹരികളുമാണ് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ലേവ്യ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിൽ 6-7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. പിന്നെ ദൈവസന്നിധാനത്തിൽ ഇരുന്ന് നമ്മുടെ ആത്മാവിൽ ആ വചനം ധ്യാനിക്കുമ്പോൾ അതിനെ നമുക്ക് പുതിയ നിയമവുമായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് കഴിയും. പുതിയ നിയമവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിനെ അതിൽ കൂടെ കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാണുവാൻ ഇടയായിട്ട് തീർന്നാൽ അതിൽ കൂടി നമ്മെ മനസ്സിലാക്കുവാൻ കഴിയും. നാം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി കർത്താവിനോട് അടുക്കുവാനുള്ളതായ ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പൊ അത് മനസ്സിലാക്കാതിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലങ്ങളിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് നിങ്ങളുടെ മുമ്പാകെ പറയുവാനായിട്ട് കാരണം.
അപ്പൊ 6-7 അധ്യായങ്ങൾ എന്താണ്? ലോസ് ഓഫ് ഓഫറിങ്സ് ആണ്. അത് പുരോഹിതന്മാരുടെ കർത്തവ്യങ്ങളും യാഗത്തിൽ അവർക്ക് ലഭിക്കുന്നതായ അംശങ്ങളാണ്, അല്ലെങ്കിൽ ഓഹരികളുമാണ്. 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ കോൺസിക്രേഷൻ ഓഫ് അഹരോൻ ആൻഡ് ഹിസ് സൺസ്, പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലേവി ഗോത്രത്തിലെ അഹരോനെ മഹാപുരോഹിതനായി വേർതിരിക്കണമെന്ന് യഹോവയായ ദൈവം പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് അരുളപ്പാട് കൊടുക്കുവാനായിട്ടിടയായി. മോശയ്ക്ക് ലഭിച്ചതായ അരുളപ്പാടിൻ പ്രകാരം അഹരോൻ ധരിക്കേണ്ടതായ വിശേഷ വസ്ത്രവും അത് എങ്ങനെയായിരിക്കണം ഉണ്ടാക്കേണ്ടതെന്നുള്ളതായ കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ പുറപ്പാട് പുസ്തകത്തിൽ വിശദീകരിച്ച് പഠിച്ചതായ കാര്യമാണ്. അപ്പോ അത് അഹരോന്റെ വസ്ത്രത്തെ സംബന്ധിക്കുന്നതായ കാര്യങ്ങളാണെങ്കിൽ, ഇവിടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹരോനെയും അഹരോന്റെ പുത്രന്മാരെയും വേർതിരിക്കേണ്ടത് എങ്ങനെ എന്ന് വിവരിക്കുകയാണ് 8-ാം അധ്യായത്തിൽ. 9-ാം അധ്യായത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതായ അഹരോൻ ആ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആദ്യമായി ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. യാഗം, അവന് വേണ്ടിയുള്ളതായ യാഗം. ആർക്ക് വേണ്ടി? അഹരോന് വേണ്ടിയുള്ളതായ യാഗം അഹരോൻ അർപ്പിക്കുകയാണ്. ഇനോഗ്രേഷൻ ഓഫ് ദി പ്രീസ്റ്റ്ഹുഡ്, ആ പൗരോഹിത്യത്തിന്റെ ഉദ്ഘാടനമാണ് നമുക്ക് 9-ാം അധ്യായത്തിൽ വായിപ്പാനായിട്ട് കഴിയുന്നത്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അത് ദുഃഖകരമായ ഒരു അധ്യായമാണ്. അതിന്റെ ആരംഭം നാദാബിനെയും അബീഹൂവിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആരാണ് നാദാബും അബീഹൂവും? അഹരോന്റെ 4 പുത്രന്മാരിൽ 2 പേരാണ്. അത് നമുക്ക് ആ അധ്യായത്തിൽ കൂടെ പോകുമ്പോ വിശദീകരിക്കുവാനായിട്ട് കഴിയും. അവിടെ പുരോഹിതന്മാരുടെ സ്വഭാവം, പുരോഹിതന്മാർ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് വിവരിക്കുന്ന അധ്യായമാണ് 10-ാമത്തെ അധ്യായം. അവിടെ ആ യാഗപീഠത്തിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ടതായ ഹോളി ഫയർ, ദൈവസന്നിധിയിലേക്ക് കൊടുക്കേണ്ടതായ ബഹുമാന, റെവറൻസ് ആൻഡ് ഒബീഡിയൻസ്. പുരോഹിതന്മാർ ദൈവസന്നിധിയിലേക്ക് വരുമ്പോ, ദൈവജനം ദൈവസന്നിധിയിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ആരാധന വിശുദ്ധമായിരിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിന് കൊടുക്കേണ്ടതായ റെവറൻസ്, ബഹുമാനം എങ്ങനെയാണ്, ദൈവത്തെ അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന അധ്യായമാണ് 10-ാമത്തെ അധ്യായം. 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ക്ലീൻ ആൻഡ് അൺക്ലീൻ ഫുഡ്, ആഹാരത്തിൽ നാം സ്വീകരിക്കേണ്ടതായ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ സ്വീകരിക്കേണ്ടതായ വിശുദ്ധവും അശുദ്ധവുമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വിവരിക്കുകയാണ് 11-ാം അധ്യായത്തിൽ. ഡയറ്ററി ലോസ് ആൻഡ് ഹോളിനെസ്, ആഹാര കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതായ നിയമങ്ങളും വിശുദ്ധീകരണവുമാണ് അവിടെയുള്ളതായ അദ്ദേഹം. നോക്കൂ, ലേവ്യ പുസ്തകത്തിലാണ് ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോ നാം പാലിക്കേണ്ടതായ വിശുദ്ധിയുടെ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാന പാഠം, ഫൗണ്ടേഷൻ അവിടെയാണ്. അതിന്റെ പ്രാഥമിക പാഠം എന്ന് പറയുന്നത് ലേവ്യ പുസ്തകത്തിലാണ്. 11-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 12-ാം അധ്യായത്തിൽ പ്യൂരിഫിക്കേഷൻ ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, ഒരു സ്ത്രീ ഗർഭം ധരിച്ച് പുത്രനെയോ പുത്രിയെയോ മകനെയോ മകളെയോ ജന്മം കൊടുത്താൽ അവൾ ആചരിക്കേണ്ടതായ സെറിമോണിയൽ ക്ലീൻസിങ് ആണ് 12-ാം അധ്യായത്തിലെ വിഷയമെന്ന് പറയുന്നത്. അപ്പോ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, ഒരു സ്ത്രീയുടെ പദവി എന്തായിരിക്കണം, സ്ത്രീയുടെ നിലപാട് എന്തായിരിക്കണം, സ്ത്രീ എങ്ങനെയായിരിക്കണം ദൈവസന്നിധാനത്തിൽ ശുദ്ധീകരണത്തോടുകൂടെ അടുത്തു വരേണ്ടത് എന്നുള്ളതായ പ്രമാണം അവിടെ 12-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം നൽകുകയാണ്. 13-ാം അധ്യായത്തിൽ ലോസ് ഓൺ സ്കിൻ ഡിസീസസ്, അതായത്
ത്വക്കിന്മേലുണ്ടാകുന്നതായ വ്രണം, ത്വക്കിന്മേലുണ്ടാകുന്നതായ പാടുകൾ, വടുക്കൾ, ഇതൊക്കെ പരിശോധിച്ച് അത് ശുദ്ധീകരണം പ്രാപിക്കുവാൻ സാധിക്കുന്നതാണോ അല്ലയോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അതിനുള്ളതായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വിശദീകരിക്കുന്ന അധ്യായമാണ് ചാപ്റ്റർ 13, 13-ാമത്തെ അധ്യായം, ലോസ് ഓൺ സ്കിൻ ഡിസീസസ്, പ്രീസ്ലി ഡയഗ്നോസിസ് ഓഫ് ഇമ്പ്യൂരിറ്റി. അവിടെ ഡോക്ടർമാരെല്ലാം അവിടെ വിധിക്കേണ്ടത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അത് സൂക്ഷ്മമായി പരിശോധിക്കണം. എന്നിട്ട് പുരോഹിതൻ അവിടെ സ്വീകരിക്കേണ്ടതായ നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പുരോഹിതൻ അത് അശുദ്ധമാണെന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അശുദ്ധമാണ്. അതല്ല, താൽക്കാലികമായി അതിനുള്ളതായ പ്രതിവിധി ചെയ്യണമെന്ന് പുരോഹിതൻ പറഞ്ഞാൽ അത് അതുപോലെ ചെയ്യണം. പുരോഹിതൻ ദൈവസന്നിധാനത്തിൽ എടുക്കുന്നതായ തീരുമാനമനുസരിച്ചാണ് ആ വിഷയങ്ങളുടെ ക്രമീകരണം വരുന്നത്. 14-ാം അധ്യായത്തിൽ ആ ത്വക്കിന്മേലുണ്ടാകുന്നതായ വ്രണങ്ങളുടെ ശുദ്ധീകരണ നിയമങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ത്വക്കിന്മേലാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്നതെങ്കിലും എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അത് സ്പിരിച്വൽ ഡിസീസുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പഠിക്കുവാനായിട്ട് കഴിയും. ഫിസിക്കൽ ഡിസീസ് അല്ല പുതിയ നിയമത്തിൽ പ്രധാനം. പകരം സ്പിരിച്വൽ ഡിസീസ് നമ്മെ നിത്യതയിൽ എത്തിക്കാതെ വണ്ണം തകർത്ത് കളയുന്നതാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ഡിസീസിന് നാം അടിമകളായി പോകരുത്. അതില് ശ്രദ്ധ ചെലുത്തുവാനായിട്ടാണ് നമുക്ക് ആ ഭാഗത്തെ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമുക്ക് 14 വരെയുള്ളതായ അധ്യായങ്ങളുടെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഓരോ അധ്യായങ്ങളിൽ കൂടെ പെട്ടെന്നൊന്ന് യാത്ര ചെയ്യാം. 6-7 അധ്യായങ്ങൾ എന്ന് പറയുന്നത് ലോസ് ഓഫ് ഓഫറിങ്സ് ആണ്. വേദപുസ്തകത്തിൽ ഞാൻ വാക്യങ്ങളൊന്നും തന്നെ വായിക്കുന്നില്ല, റെഫറൻസ് പറഞ്ഞ് അതിനകത്തുള്ളതായ കണ്ടന്റ്സ് മാത്രം പറഞ്ഞു പോകുകയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലേവ്യ പുസ്തകം വായിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയാൽ അത് പ്രധാനമാണ്. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതായ ആ വലിയ തത്വം നാം അംഗീകരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ലേവ്യ പുസ്തകത്തിൽ കൂടെ നിങ്ങൾ യാത്ര ചെയ്യണം. വെറുതെ വായിച്ചു പോയാൽ നമുക്കൊരുപക്ഷെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ അധ്യായങ്ങളെ വാക്യങ്ങളായി ടോപ്പിക്കുകളായി തിരിച്ച് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്കത് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 7 വരെയുള്ളതായി വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അകൃത്യയാഗങ്ങളുടെ ആ നിയമങ്ങളെ കുറിച്ചുള്ളതായ ബന്ധത്തിൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ ചിന്തിച്ചു. 8 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങളിലേക്ക് വരുമ്പോ ബേൺഡ് ഓഫറിങ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ദഹനയാഗങ്ങളെ കുറിച്ചുള്ളതായ നിയമങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദഹനയാഗങ്ങളെ കുറിച്ചുള്ളതായ നിയമങ്ങൾ 8 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങളാണ്. അവിടെ ഫയർ ഓൺ ദി ഓൾട്ടർ മസ്റ്റ് നെവർ ഗോ ഔട്ട്, ഒരു പ്രധാനപ്പെട്ടതായ വിഷയം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? യാഗപീഠത്തിലെ തീ ഒരിക്കലും കെട്ടുപോകരുത്. 13-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോ ശ്രദ്ധിക്കണം, യാഗപീഠത്തിൽ ആ എരിയുന്നതായ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം. ഞാൻ അതിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ആരാധനയോടുള്ളതായ ബന്ധത്തിലാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിക്കുന്നതാണ് യാഗപീഠമെന്നും കർത്താവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ കൃപയാൽ നമുക്ക് അർപ്പിക്കേണ്ടതായ ആ ആരാധനയുടെ മർമ്മമാണ് യാഗപീഠത്തിൽ കൂടെ ഉള്ളത് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ
ആരാധന തുടർമാനമായിരിക്കണം. നമുക്ക് സൗകര്യപ്പെടുമ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോഴും ആഴ്ചയിൽ ഒരിക്കലും ചെയ്യേണ്ട ഒന്നല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാവിലെ നേരം എടുത്താൽ ഹോളിലേക്ക് ചെന്ന് അവിടെ കുത്തിയിരിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താണ് അതിന്റെ അർത്ഥം? നാം ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ ആരാധന നമ്മള് വിശദമായി പഠിച്ചിട്ടുണ്ടല്ലോ. കൊട്ടും പാട്ടും അല്ല ആരാധന എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെടുന്നതാണ് ആരാധന. ദൈവപാദപീഠത്തിൽ നെടുമ്പാട് വീഴുന്നതാണ് ആരാധന. ആ ഭാവം, ആ ദൈവ സാന്നിധ്യം എപ്പോഴും എന്നോട് കൂടെയുണ്ട് എന്നുള്ളതായ ആ ചിന്തയിൽ നമ്മുടെ ദൈനംദിന പ്രക്രിയ അല്ലെങ്കിൽ എല്ലാ വർക്കുകളും അതിനെ ബേസ് ചെയ്തായിരിക്കണമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. വർഷിപ്പ് മസ്റ്റ് ബി കണ്ടിന്യൂസ്. പിന്നെ ദൈവസന്നിധിയിലെ ഡെഡിക്കേഷൻ ഓൺ ഗോയിങ് ഡെഡിക്കേഷൻ ടു ഗോഡ്, ഇതാണ് അതിന്റെ അർത്ഥം. യാഗപീഠത്തിലെ തീ അണയരുത് എന്ന പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ പുതിയ നിയമത്തിൽ വരുമ്പോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമായിട്ടുള്ളതായ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകാതെ നാം സൂക്ഷിക്കണം. രണ്ടാമത്, ദൈവസന്നിധിയിലെ ആ വർഷിപ്പ് അല്ലെങ്കിൽ ആരാധന മുറിഞ്ഞു പോകാതെ തുടർമാനമായി ആ ബന്ധം നമ്മൾ സൂക്ഷിക്കണം. ആ സമർപ്പണം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം 14 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങളിൽ priests eat their portion of the grain offering without leaven. A portion is burned on the altar as an offering to the Lord. പുരോഹിതന്മാരെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്നതായ ആ ഗ്രെയിൻ ഓഫറിങ്ങിന്റെ ഭാഗം അവരെന്ത് ചെയ്യണം? അവരൊരിക്കലും അതിനകത്ത് പുളിപ്പ് ചേർക്കാതെ കഴിക്കണം. പുളിപ്പെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പുളി എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ പാപത്തിന്റെ അനുഭവമാണ്. മൂന്നാമത്തെ ഭാഗം പാപ യാഗത്തെ സംബന്ധിച്ച്, സിൻ ഓഫറിങ്ങിനെ സംബന്ധിച്ച് 24 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങളിൽ ബ്ലഡ് ഫ്രം ദ സിൻ ഓഫറിങ് ഈസ് ഹോളി. Vessels used must be broken or scored. The priest eats the remainder in the court. പാപയാഗത്തെ സംബന്ധിച്ച് അതിനർപ്പിക്കുന്നതായ രക്തമെന്ന് പറയുന്നത് വിശുദ്ധമാണ്. അത് നമുക്ക് അലക്ഷ്യമായി കരുതേണ്ടതല്ല. അത് മൺപാത്രത്തിലാണത് വേവിക്കുന്നതെങ്കിൽ ആ പാത്രം ഉടച്ചു കളയണമെന്നും, ലോഹം കൊണ്ട് മെറ്റൽ വെസലിലാണത് പാകം ചെയ്യുന്നതെങ്കിൽ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണമെന്നുമാണ് കൊടുത്തിരിക്കുന്നതായ പ്രമാണം. ഇതാണ് 6-ാം അധ്യായത്തിലെ യാഗങ്ങളെ കുറിച്ചുള്ളതായ നിയമം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഗിൽറ്റ് ഓഫറിങ്, അതായത് അകൃത്യയാഗത്തെ കുറിച്ചുള്ളതായ പ്രമാണമാണ്. അകൃത്യയാഗത്തെ കുറിച്ച്, ലൈക്ക് ദ സിൻ ഓഫറിങ് ഇൻ പ്രൊസീജിയർ, the priest who offers it keep the hide. It atones for unintentional sin and violation. അതായത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പാപത്തിന്റെ അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോകുന്നതായ പാപത്തിനുള്ളതായ പരിഹാരമായിട്ടാണ് ആ അകൃത്യയാഗത്തെ കുറിച്ച് 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളിൽ സമാധാനയാഗങ്ങളെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 വിധത്തിലാണ്. ഒന്നാമത് താങ്ക്സ് ഗിവിംഗ്, നന്ദി പറയുവാനുള്ളതായ യാഗമാണ്. 2, ദൈവസന്നിധാനത്തിൽ തീരുമാനമെടുക്കുവാനുള്ളതാണ്. 3, നമ്മുടേതായിട്ടുള്ളതായ ഇഷ്ടങ്ങളെ സംബന്ധിക്കുന്നതായ കാര്യമാണ്. ദൈവസന്നിധിയിലെ സമാധാനയാഗങ്ങളെ കുറിച്ചുള്ളതായ നിയമമാണ് 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ. 22 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങളിൽ ഫാറ്റ് ആൻഡ് ബ്ലഡ് പ്രൊഹിബിഷൻ, ഈറ്റിംഗ് the fat or
ox, sheep, or goat is strictly forbidden. Likewise, no blood of any animal is to be eaten, an everlasting statute. കാളയുടേതാകട്ടെ, ആടിൻ്റെതാകട്ടെ, കോലാടിൻ്റെതാകട്ടെ കൊഴുപ്പ് കഴിക്കുവാൻ പാടില്ല. അതുപോലെ ഏതൊന്നിന്റെ മാംസമാണെങ്കിലും ഒരു കാരണവശാലും രക്തത്തോടുകൂടെ ഭക്ഷിക്കുവാൻ പാടില്ല. ഇത് നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോ ശമൂവേലിന്റെ പുസ്തകത്തിൽ ലംഘിക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലംഘിക്കപ്പെടുന്നത് മൂലം അവരുടെ മേൽ ദൈവകോപം വരുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് കൊടുത്തിരിക്കുന്നത് എവർലാസ്റ്റിംഗ് സ്റ്റാറ്റ്യൂട്ടാണ്. അത് മരുഭൂമിയിൽ വെച്ച് കൊടുത്തെങ്കിലും മരുഭൂമിയിലേക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്ത് എത്തുന്നിടം വരെയുള്ളത് മാത്രമല്ല, എവർലാസ്റ്റിംഗ് സ്റ്റാറ്റ്യൂട്ടാണ്. അത് എന്നേക്കും നിലനിൽക്കേണ്ടതായ ഒരു നിയമമാണ്. എന്താണത്? ഒന്ന്, മൃഗങ്ങളുടെ, അത് കാളയുടേതായാലും കോലാടിൻ്റെതായാലും ആടിൻ്റെതായാലും കൊഴുപ്പ് ഭക്ഷിക്കുവാൻ പാടില്ല. ഒരു മാംസവും രക്തത്തോടുകൂടെ ഭക്ഷിക്കുവാൻ പാടില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ഓർഡിനേഷൻ സെറിമണിയാണ്. പുരോഹിതന്മാരെ, അഹരോനെയും അഹരോന്റെ പുത്രന്മാരെയും എന്ത് ചെയ്യുന്നു? ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നതിനുള്ളതായ സ്റ്റെപ്പുകളാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, മോസസ് wash Aaron and his sons with water, a symbol of purification before service. ആ സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പ്, അവരുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് അവരെ എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നതായ പ്രമാണം. ഞാൻ മുമ്പൊരിക്കൽ സ്നാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറയുവാനിടയായി, സ്നാനം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ മാത്രം കാണുന്നതായ ഒരു ഉപദേശമല്ല. പുതിയ നിയമത്തിലെ ഉപദേശമായി വരണമെങ്കിൽ പഴയ നിയമത്തിൽ അതിൻ്റെ വ്യക്തവും ശക്തവുമായ സൂചന ഉണ്ടായിരിക്കണം. അപ്പോ സ്നാനത്തെ കുറിച്ചുള്ളതായ പഴയ നിയമത്തിന്റെ സൂചന എവിടാണെന്ന് വരുമ്പോ ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസിന്റെ ലേഖനം എടുത്തു കഴിഞ്ഞാൽ, പത്രോസിന്റെ ലേഖനത്തിൽ പഴയ നിയമത്തിന്റെ സ്നാനത്തെ കുറിച്ചുള്ളതായ സൂചനയുണ്ട്. അതെവിടെയാണ്? നോഹയുടെ പെട്ടകത്തിന്റെ വിഷയം വരുമ്പോഴാണ് പത്രോസ് അത് സ്നാനത്തിനുള്ളതായ മുൻകുറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, ഇസ്രായേൽ മക്കൾക്ക് എഴുതപ്പെട്ടതായ നിയമം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നോഹ വെള്ളത്തിൽ കൂടിയാണ് രക്ഷപ്പെട്ടത്. അത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. സ്നാനത്തെ കുറിച്ചുള്ളതായ ഉപദേശം അന്ന് വന്നിട്ടില്ലെങ്കിലും നോഹയും കുടുംബവും ആ സ്നാനത്തിൽ കൂടെ തന്നെ അവര് രക്ഷ പ്രാപിച്ചതായിട്ടാണ് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മുമ്പോട്ട് കടന്നു വരുമ്പോഴോ, അബ്രഹാമിനെ വേദനിക്കുമ്പോ അബ്രഹാമിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ എനിക്കിഷ്ടപ്പെട്ടവനാണ്, എന്നെ അനുസരിക്കുവാൻ, ഞാൻ അനുഗ്രഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ. അതുകൊണ്ട് നീ കൽദയരുടെ ഊരിൽ നിന്ന് പുറപ്പെടണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. കാണിപ്പാനിരിക്കുന്നതായ ദേശത്തേക്ക് അവൻ യാത്ര ചെയ്യുമ്പോ അവനൊരു നദി കടക്കേണ്ടതായി വന്നു. അവന് കടന്നുപോയ നദിയാണ് ഫ്രാത്ത്. ആ ഫ്രാത്ത് നദി കടന്നത് കൊണ്ട് അക്കരെ കടന്നവൻ എന്നുള്ളതായ അർത്ഥത്തിൽ അബ്രഹാമിന് എബ്രായൻ എന്ന് പേര് വന്നു. അപ്പം അതും അബ്രഹാമിന്റെ ജീവിതത്തിലും എന്തുണ്ടായിരുന്നു? നദി കടന്നു പോയതായ വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെന്താണ്? അബ്രഹാമിന്റെ തലമുറയ്ക്ക് കൊടുക്കുവാനിരിക്കുന്നതായ പ്രമാണത്തിന്റെ അതൊരു മുൻകുറിയാണ്. ഇനി ഇസ്രായേൽ മക്കളുടെ കാര്യം എടുത്താലോ? ഇസ്രായേൽ മക്കളുടെ കാര്യം എടുക്കുമ്പോ പെസഹ ആചരിച്ച അബീബ് മാസം 14-ാം തീയതി രാത്രിയിൽ പുറപ്പെട്ടതായ ദൈവത്തിന്റെ ജനം എവിടെ വന്നു? ചെങ്കടലിന്റെ തീരത്ത് വന്നു. ചെങ്കടൽ
വിഭാഗിക്കപ്പെട്ട് അവർ അക്കരെ കടന്നതിനെ കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ അവർ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും കൂടി കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അപ്പോ അതും എന്താണ്? സ്നാനത്തിന് ഒരു ദൃഷ്ടാന്തമായി നമുക്ക് തന്നിരിക്കുകയാണ്. അതൊക്കെ ദൃഷ്ടാന്തമായി എഴുതപ്പെട്ടതായ നിയമം കൊടുക്കാതിരിക്കുമ്പോ അതവർ ചെയ്തു എങ്കിൽ ആ മരുഭൂമിയിൽ സീനായി മലയുടെ താഴ്വരയിൽ വന്നപ്പോ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യുകയാണ്? എഴുതപ്പെട്ട ന്യായപ്രമാണം കൊടുക്കുകയാണ്. ആ എഴുതപ്പെട്ട ന്യായപ്രമാണം കൊടുക്കുമ്പോ പുരോഹിതന്മാരായി വേർതിരിക്കപ്പെടേണ്ടതായ ലേവി ഗോത്രത്തെ അല്ലെങ്കിൽ ആ പുരോഹിതന്മാരെ എന്താ ചെയ്യേണ്ടത്? ആലയത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി കൊണ്ടുവരികയാണ്. ഇനി അവിടെ ഞാനൊരു കാര്യങ്ങൾ പറയാം. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ പുരോഹിത ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരുന്നത് ലേവി മാത്രമല്ല. അത് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ. ഇതൊന്നും പറയാതെ വിട്ട കാര്യങ്ങളല്ല. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടോ ഓർക്കാതിരിക്കുന്നത് കൊണ്ടോ അതൊക്കെ മറന്നുപോകും. നമ്മൾ കേട്ട് തഴമ്പിച്ച് പഠിച്ചു വന്നത് ലേവി ഗോത്രമാണ് യഹോവയായ ദൈവത്തിന്റെ പൗരോഹിത്യ ഗോത്രം എന്നുള്ള നിലയിലാണ്. അത് ഒട്ടും തെറ്റല്ല, 100% ശരിയാണ്. പക്ഷേ അതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം ദൈവത്തിനുണ്ടായിരുന്നു. എന്തായിരുന്നറിയാമോ? 12 ഗോത്രങ്ങളെ യഹോവയായ ദൈവം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നപ്പോ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഈ 12 ഗോത്രങ്ങളും ദൈവത്തിന്റെ പുരോഹിതന്മാരായിരിക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 18-19 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രയേൽ മുഴുവനും, ഗലീലി ഗോത്രം മാത്രമല്ല, ഇസ്രയേൽ മുഴുവനും യഹോവയായ ദൈവത്തിന്റെ പൗരോഹിത്യ ജനമായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. പക്ഷേ എന്താ സംഭവിച്ചത് നമുക്കറിയാം. ആ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവത്തിന്റെ ജനം സീനായി മലയുടെ താഴെ വന്നു കഴിഞ്ഞപ്പോ മോശ അവരിൽ നിന്ന് യഹോവയായ ദൈവം പറഞ്ഞതനുസരിച്ച് മുകളിലേക്ക് കയറിപ്പോയി. ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് സംശയം ചോദിച്ചതായ അഹ്റോന്റെ അടുക്കൽ വന്ന് ഞങ്ങളെ നടത്തുവാൻ ഞങ്ങൾക്കൊരു ദേവനെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോ അവരുടെ കാതിലും കഴുത്തിലും ഉണ്ടായിരുന്നതായ കുണുക്കുകളൊക്കെ ഊരി അഹ്റോന് കൊടുത്തു. അഹ്റോൻ അത് തീയിലിട്ടു. ഒരു കാളക്കുട്ടി പുറത്തു വന്നു എന്ന് വായിക്കുന്നത് പോലെ ആ കാളക്കുട്ടിയുടെ മുമ്പിൽ അവരെന്ത് ചെയ്തു? പാടി തിമിർക്കുകയാണ്. മോശ ഇറങ്ങി വരുമ്പോ മോശയ്ക്ക് കോപം കൊണ്ട് അവൻ ജ്വലിക്കുവാനിടയായി. ആ കോപം കൊണ്ട് കയ്യിലിരുന്നതായ കൽപ്പലക എറിഞ്ഞുടച്ചിട്ട് മോശ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അപ്പോൾ ലേവി ഗോത്രം മാത്രമേ മാറിയുള്ളൂ. ലേവി ഗോത്രം അന്ന് മാറിയത് കൊണ്ടാണ് 12 ഗോത്രങ്ങൾക്കായിട്ട് നിയമിക്കപ്പെട്ടിരുന്നതായ പൗരോഹിത്യ ശുശ്രൂഷ ഒരൊറ്റ ഗോത്രത്തിലേക്ക് ഒതുങ്ങിപ്പോകുവാനിടയായിട്ട് തീർന്നത്. അപ്പോ ആ സംഭവം സീനായി മലയുടെ താഴ്വരയിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നു എങ്കിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും ദൈവസന്നിധിയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുമായിരുന്നു എന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അപ്പോ ലേവി ഗോത്രത്തിന് യഹോവയായ ദൈവം ആ പൗരോഹിത്യ ശുശ്രൂഷ 11 ഗോത്രങ്ങളിൽ നിന്ന് എടുത്ത 12ാമത്തെ ഗോത്രമായ ലേവി ഗോത്രത്തിന് കൊടുത്തപ്പോ അവർക്ക് കൊടുത്തതായ ഒരു അനിഷേധ്യമായ നിയമമാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുമ്പോ അവനെ എന്ത് ചെയ്യണം? അങ്ങനെ വേർതിരിക്കപ്പെടുന്നവനെ മോശ മുഴുവൻ കഴുകണമെന്ന്, വെള്ളത്തിൽ കഴുകണമെന്ന് ഇംഗ്ലീഷിലും അവിടെ മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാപ്റ്റിസ്മ എന്ന അർത്ഥം വരുന്നതായ എബ്രായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവനെ
തല മുതൽ പാദം വരെ മുഴുവനും വെള്ളത്തിൽ നിമജ്ജനം ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ വരുമ്പോ, അപ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുവരെ അവൻ ശുശ്രൂഷകനല്ലായിരുന്നു. അവന്റെ ആത്മീക നിലപാടിൽ, ആ ആത്മീക നിലവാരത്തിൽ, താഴെയുള്ളതായ നിലവാരത്തിൽ നിന്ന് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ വേർതിരിക്കപ്പെടുമ്പോ ഒരു സ്പിരിച്വൽ അപ്ഗ്രഡേഷൻ അവന് ലഭിക്കുകയാണ്. സ്പിരിച്വൽ അപ്ഗ്രഡേഷൻ അവൻ ലഭിക്കുമ്പോ ആദ്യം അവൻ ചെയ്യേണ്ടത് അവനെ ശുദ്ധവെള്ളത്തിൽ കഴുകണം എന്നുള്ളതാണ്. അപ്പോ അവിടെയാണ് സ്നാനത്തിന്റെ ആരംഭം. പഴയ നിയമത്തിൽ ഒരു സ്നാനമല്ല, പഴയ നിയമത്തിൽ ഒത്തിരി സ്നാനങ്ങൾ കാണുവാനായിട്ട് കഴിയും. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുമ്പോൾ അവനെ കഴുകണം. ആലയത്തിലേക്ക് ഓരോ വർഷവും ശുശ്രൂഷയ്ക്കായി വരുമ്പോൾ ഓരോ വർഷവും കഴുകപ്പെടണം. മഹാപാപ പരിഹാര ദിവസം മഹാപുരോഹിതൻ ശുശ്രൂഷയ്ക്ക് വരുമ്പോ അവനെ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല വെള്ളത്തിൽ കഴുകേണ്ടത്, 5 പ്രാവശ്യം അവനെ വെള്ളത്തിൽ കഴുകണം. അപ്പൊ സ്നാനങ്ങൾ പഴയ നിയമത്തിൽ ഒരു തുടർമാന പ്രക്രിയയാണ്. അത് ഒരിക്കലും അവസാനിക്കാത്തതായ ഒരു പ്രക്രിയയായി പഴയ നിയമത്തിൽ നിൽക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. കർത്താവായ യേശുക്രിസ്തു സ്നാനപ്പെട്ടത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ നമ്മൾ പഠിച്ച ഉത്തരം നമുക്കൊരു മാതൃകയായിട്ടാണെന്നാണ്. അത് തെറ്റല്ല, പക്ഷെ മാതൃകയായി തീരേണ്ടതിനല്ല, അതിനുവേണ്ടി മാത്രമല്ല കർത്താവ് സ്നാനപ്പെട്ടത്. കർത്താവിന് സ്നാനപ്പെടേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു. നമ്മൾ പഠിക്കാറുണ്ട് കർത്താവിന് സ്നാനപ്പെടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അല്ല, കർത്താവിന് സ്നാനപ്പെടേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു. കാരണം 30-ാമത്തെ വയസ്സുവരെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു ആത്മീയ ശുശ്രൂഷയും ചെയ്തിട്ടില്ല. ചെയ്തതായിട്ട് ചരിത്രത്തിലോ തിരുവചനത്തിലോ രേഖപ്പെടുത്തിയിട്ടുമില്ല. 30-ാമത്തെ വയസ്സുവരെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തനിക്ക് ചെയ്യേണ്ടതായ ഭൗതിക ഉത്തരവാദിത്വം മാത്രമേ ചെയ്തുള്ളൂ. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, തന്റെ സ്വന്തം നിലപാട്, തന്റെ സ്വന്തം സോഷ്യൽ ലൈഫ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി തീരുവാൻ, ഒരു ശാസ്ത്രിയായി മാറ്റപ്പെടുവാൻ, മാത്രമല്ല കുടുംബത്തിന്റെ സഹോദരങ്ങളുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ 30 വയസ്സുവരെ കർത്താവ് അക്ഷീണമായി പരിശ്രമിച്ചു. ഭൗതിക വൃത്തിയിൽ മാത്രമേ കർത്താവ് 30-ാമത്തെ വയസ്സുവരെ ഇൻവോൾവ് ആയുള്ളൂ. 30-ാമത്തെ വയസ്സായപ്പോ, തന്റെ സമയം വന്നപ്പോ, ആ ഭൗതിക അവസ്ഥയിൽ നിന്ന്, ഭൗതിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു അപ്ഗ്രഡേഷൻ തനിക്ക് സ്വീകരിക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടം സ്വീകരിച്ചുകൊണ്ട് രക്ഷകന്റെ ദൗത്യം, മനുഷ്യവർഗത്തിന്റെ രക്ഷയുടെ ദൗത്യം പൂർത്തീകരിക്കേണ്ടതിന് തന്റെ സ്പിരിച്വൽ മിനിസ്ട്രിയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് താൻ മാറണമായിരുന്നു. ആ സ്പിരിച്വൽ അപ്ഗ്രഡേഷന് വേണ്ടി തന്നെ സമർപ്പിക്കേണ്ടതിന് വേണ്ടി ന്യായപ്രമാണ പ്രകാരം വെള്ളത്തിൽ മുങ്ങേണ്ടത് ആവശ്യമായിരുന്നു, സ്നാനപ്പെടേണ്ടത് ആവശ്യമായിരുന്നത് കൊണ്ടാണ് കർത്താവ് യോഹന്നാന്റെ അടുക്കലേക്ക് വന്നത്. ഇനി ഞാനൊരു കാര്യങ്ങളെ പറയാം. യോഹന്നാനാണ് ആദ്യം മാനസാന്തര സ്നാനം പ്രസംഗിച്ചത്. മാനസാന്തര സ്നാനം പ്രസംഗിച്ചപ്പോ യോഹന്നാൻ സ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചേയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയെ കുറിച്ച് വിവിധ രീതികളിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ എവിടെങ്കിലും സ്നാനത്തെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതായി കാണുന്നില്ല. പിന്നെ യോഹന്നാൻ സ്നാപകൻ എന്താ പ്രസംഗിച്ചത്? യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെടാനല്ല യോഹന്നാൻ പ്രസംഗിച്ചത്. യോഹന്നാൻ പ്രസംഗിച്ചത് സ്വർഗരാജ്യം വന്നിരിക്കുന്നത് കൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ.
ഇതേ സുവിശേഷമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രസംഗിച്ചത്. യോഹന്നാന്റെ പ്രസംഗം കേട്ടതായി യഹൂദന്മാർ എന്ത് ചെയ്തു? യോഹന്നാന്റെ അടുക്കൽ സ്നാനത്തിനായി കൂടി വരികയാണ്. എല്ലാവരും വരിവരിയായിട്ട് സ്നാനത്തിൽ നിൽക്കുകയാണ്. എന്തിനാ യഹൂദന്മാർ സ്നാനത്തിനായിട്ട് വന്നത്? യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സർപ്പസന്തതികളാണ്, നിങ്ങൾ പിശാചിന്റെ മക്കളാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ ആത്മീക അല്ലെങ്കിൽ സ്പിരിച്വൽ ബേസ് മാറ്റണം. നിങ്ങളൊരു സൂപ്പർ ഡിഗ്രി ലെവലിലേക്ക് ഉയരണം. ആത്മീകമായി അടുത്ത ലെവലിലേക്ക് നിങ്ങൾ ഉയരണം. നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ വേർതിരിച്ച് നിങ്ങളുടെ ആത്മീകമായി നിങ്ങളുടെ സ്റ്റെപ്പ് മാറ്റണം. ആ ആത്മീകമായിട്ടുള്ളതായ അപ്ഗ്രഡേഷനിലേക്ക് വരേണ്ടതിന് ന്യായപ്രമാണം അറിയാവുന്നതായി യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. എന്ത് ചെയ്യണം? വെള്ളത്തിൽ മുങ്ങണമെന്ന്, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്ന് ന്യായപ്രമാണം അറിയാവുന്നതായ യഹൂദന്മാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് മാനസാന്തരപ്പെട്ടവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് സ്നാനപ്പെട്ട് മാനസാന്തര സ്നാനം സ്വീകരിച്ചത്. അപ്പൊ അത് പഴയ നിയമത്തിന്റെ പ്രമാണമാണെന്ന് പറയാനാണ് ഞാൻ വന്നത്, മാനസാന്തര സ്നാനം. പക്ഷേ പുതിയ നിയമത്തിൽ കർത്താവ് നൽകിയതായ അതിന്റെ കണ്ടിന്യൂവേഷൻ എന്ന വണ്ണം അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള ഏക സ്നാനമാക്കി അതിനെ മാറ്റുവാനിടയായി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വിശ്വാസം ഒന്ന്, കർത്താവ് ഒരുവൻ, സ്നാനം ഒന്ന്. ഒരു സ്നാനമേ ഉള്ളൂ പുതിയ നിയമത്തിൽ. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ളതായ മുഴുവൻ സ്നാനമാണ്. ഇതാണ് സ്നാനത്തെ കുറിച്ചുള്ളതായ ബേസിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അതിന്റെ ആരംഭം എവിടെയാണ്? അതിന്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകത്തിലേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ എഴുതപ്പെട്ട പ്രമാണം മോശയ്ക്ക് കൊടുത്തതായ ന്യായപ്രമാണമാണ്. അത് ലേവ്യ പുസ്തകത്തിലാണ് കാണുവാൻ കഴിയുന്നത്. അതാണ് ഒന്നാമത് അവരെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുമ്പോൾ കൊടുക്കുന്നതായ ഒന്നാമത്തെ പ്രമാണം ഭാഷി. രണ്ടാമത് വസ്ത്രധാരണമാണ്, റോബിംഗ്. ആരോൺസ് ക്ലോത്ത് ഇൻ ദി ലിനൻ tunic, robe, ephod, the breastplate and turban with the golden plate. അതൊക്കെ നമ്മൾ വിശദീകരിച്ച് പഠിച്ചതാണ്. രണ്ടാമത് പൗരോഹിത്യത്തിന് വേണ്ടി വരുമ്പോ മറ്റുള്ളവർ കണ്ട് ബഹുമാനിക്കുവാനും അവനൊരു വിശേഷതയുണ്ടെന്ന് മനസ്സിലാക്കുവാനും ദൈവസന്നിധാനത്തിൽ അവനെ വേർതിരിച്ചു എന്ന് മറ്റുള്ളവർ കാണിക്കുവാനും വേണ്ടി ദൈവത്താൽ നൽകിയതായ വേഷവിധാനങ്ങളാണ് അടുത്ത കാര്യമെന്ന് പറയുന്നത്. നമ്മെ കുറിച്ച് പൗലോസ് പറയുന്നത് നാം ആരാണ്? ക്രിസ്തുവിന്റെ വർത്തമാന പത്രങ്ങളാണെന്നാണ്. അപ്പൊ നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നമ്മുടെ പുറമേയുള്ളതായ ആ അപ്പിയറൻസ് ഉണ്ടല്ലോ, അത് ക്രിസ്തുവിനെ കാണിക്കുന്നതാണ് ആകണം. പക്ഷേ അകമേയുള്ളതിന് മാറ്റം വരാതെ പുറമേയുള്ളത് കാണിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? അകമേ ഒരു മാറ്റം വരും. ചേഞ്ച് ഇൻ അവർ സെൽഫ്, ചേഞ്ച് ഇൻ അവർ ഇന്നർ മാൻ ഹാസ് ടു ബി ചേഞ്ച് അക്കോർഡിംഗ് ടു ദി അപ്പിയറൻസ് ഓഫ് അവർ സേവിയർ ആൻഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന് അനുരൂപരായി നമ്മുടെ യാഗം രൂപാന്തരപ്പെടണം. അകം രൂപാന്തരപ്പെട്ടിട്ട് പുറമേയുള്ളതായ അതും കൂടെ, അല്ലെങ്കിൽ പുറമേയുള്ളതായ ഭാവവും വേഷവിധാനങ്ങളും അത് എങ്ങനെയും ആകാമെന്ന് വിചാരിക്കരുത്. അത് ക്രിസ്തുവിനെ കാണിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് പുരോഹിത വസ്ത്രം നമ്മളെ ഓർപ്പിക്കുന്നത്. മൂന്നാമത് അനോയിന്റിങ് ആണ്. ഇത് കഴിഞ്ഞാൽ തൈലക്കൊമ്പെടുത്ത് അഹരോനെ അഭിഷേകം പുരോഹിതൻ എന്ത് ചെയ്യുന്നു? അഭിഷേകം ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ അവന്റെ പാപത്തിനു വേണ്ടി യാഗം കഴിക്കണം. നമ്മെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത് കൊണ്ട് നമുക്ക് യാഗം അർപ്പിക്കേണ്ട കാര്യമില്ല. സിൻ ഓഫറിംഗ് ഉണ്ട്, ബേൺഡ് ഓഫറിംഗ് ഉണ്ട്, റാം ഓഫ് ഓർഡിനേഷൻ ഉണ്ട്. പിന്നെ 7 ദിവസം ആലയത്തിൽ തന്നെ പാർക്കണം. 7 ദിവസം എന്ത് ചെയ്യണം? ആലയത്തിൽ തന്നെ പാർക്കണം. ആ 7 ദിവസം ആലയം വിട്ടുപോകുവാൻ പാടില്ല. അതാണ് ഓർഡിനേഷൻ സെറിമണി. 7 days at the tent of meeting. കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി
വേർതിരിയുന്നവൻ ആലയവുമായി നിരന്തര ബന്ധം പുലർത്തണം. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും, പാസ്റ്റർമാര് മാത്രമല്ല കേട്ടോ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായി എല്ലാവരും ഏത് ഗണത്തിൽപ്പെടുന്നവരാണ്? പൗരോഹിത്യ ഗണത്തിൽപ്പെടുന്നവരാണ്. പത്രോസിന്റെ ലേഖനം അതാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്ത ഒരു ജാതിയാണ്, വിശുദ്ധ വംശമാണ്, രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ. അവിടെ ഏറ്റക്കുറച്ചിലില്ല, പ്രായവ്യത്യാസമില്ല, ഒരു ഡിഗ്നിറ്റിക്കും അവിടെ എന്തില്ല, സെപ്പറേഷൻ ഇല്ല. എവരിബഡി ഈസ് ഫോർ ദ സെയിം കോളിംഗ് ആസ് ദി കോളിംഗ് ഓഫ് എ പ്രീസ്റ്റ്. രാജകീയ പുരോഹിതന്മാരാണ്, കിങ്ഷിപ്പ് ഉള്ളതായ പ്രീസ്റ്റ്ഹുഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു ശ്രേഷ്ഠതയിൽ നാം മുന്നോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളതായ വ്യക്തികൾ ആലയം വിട്ടു പിരിയുവാൻ പാടില്ല, ആലയത്തിൽ നിന്ന് മാറിപ്പോകുവാൻ പാടില്ല. അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ എല്ലാവർക്കും ഉള്ളതായ നിയമമാണത്. പ്രൈസ് ദി ലോർഡ്. ആലയത്തിലെ നന്മ അനുഭവിച്ച്, ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച്, ആലയത്തിലെ വിശുദ്ധിയോടുകൂടെ മുന്നോട്ട് പോകണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-ാമത്തെ അധ്യായമാണ്. 9-ാമത്തെ അധ്യായത്തിൽ 8 day ഇനോഗ്രേഷൻ ഓഫ് ദി പ്രീസ്റ്റ്ഹുഡ് ആണ്. അത് കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയാണ്. ഓഫറിങ്സ്, പുരോഹിതന്മാർക്ക് നൽകേണ്ടതായ, ദൈവത്തിന് നൽകേണ്ടതായ ഓഫറിങ്സ് ഫോർ ദ പീപ്പിൾ, ദ ഗ്ലോറി ഓഫ് ഗോഡ് അപ്പിയേഴ്സ്. അപ്പം പുരോഹിതന്മാർ തങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുമ്പോൾ, തങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചതിന് ശേഷം ജനത്തിനു വേണ്ടി യാഗം കഴിച്ചു. ആ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോ ആലയത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നതായ വിഷയമാണ് 9-ാം അധ്യായത്തിലെ വിഷയം. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അത് അധ്യായം വായിക്കുമ്പോൾ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് അധ്യായത്തിൽ തിരിക്കുവാനായിട്ട് കഴിയും. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിൽ പുരോഹിതന്മാർക്ക് കഴിക്കേണ്ടതായ യാഗമാണ്. പുരോഹിതന്മാർ തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചതിന് ശേഷം കൂടി വരുന്ന ജനത്തിനു വേണ്ടി യാഗം കഴിക്കണം. ഓഫറിംഗ് ഫോർ ദ പീപ്പിൾ. ഇത് രണ്ടും കഴിച്ച് ദൈവസന്നിധാനത്തിൽ അത് പ്രസാദകരമായി തീരുമ്പോ ദൈവത്തിന്റെ തേജസ് ആലയത്തിലേക്ക് ഇറങ്ങി വരും. പുതിയ നിയമത്തിന്റെയും പ്രമാണം ഇത് തന്നെയാണ്. അവിടെ അക്ഷരീയമായ യാഗമില്ല. പകരം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, ദൈവ ഇഷ്ടത്തിനു വേണ്ടി നാം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആലയത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായിട്ട് തീരും. അതാണ് ലേവ്യ പുസ്തകത്തിൽ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. 10-ാം അധ്യായം ഒരു ദുഃഖപൂർണമായ അധ്യായമാണ് ഒരു കണക്കിന്. കാരണം അവിടെ യാഗപീഠത്തിൽ, അവിടെ ദൈവത്തിന്റെ ആലയത്തിൽ അർപ്പിക്കേണ്ടതായ ധൂപകലശമുണ്ട്. ആ ധൂപകലശം കത്തിക്കേണ്ടതിനു വേണ്ടി പുരോഹിതന്മാരായ അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും വന്നു. അവർ എന്ത് ചെയ്തു? തങ്ങളുടെ കയ്യിൽ നിന്നതായ ധൂപകലശത്തിൽ തീയിടണം. ആ തീയിട്ടപ്പോ അവിടെ എഴുതിയിരിക്കുന്നത്, അവർ കൊണ്ടുവന്നത് സ്ട്രേഞ്ച് ഫയർ ആയിരുന്നു. നാദാബ് ആൻഡ് അബീഹു, സൺസ് ഓഫ് ആരോൺ, ഈച്ച് ടേക്ക് their censers and offer unauthorized fire before the Lord. ദൈവത്തിന് മുമ്പാകെ അവർ അജ്ഞാജ്ഞി കൊണ്ടുവന്നു, സ്ട്രേഞ്ച് ഫയർ കൊണ്ടുവന്നു എന്നാണ്. അൺഓതറൈസ്ഡ് ഫയർ, സ്ട്രേഞ്ച് ഫയർ. എന്താ ഈ സ്ട്രേഞ്ച് ഫയർ എന്ന് പറയുന്നത്? ദൈവസന്നിധാനത്തിൽ അംഗീകരിക്കുവാൻ കഴിയാത്തതായ, ദൈവം പറയാത്തതായ അഗ്നി കൊണ്ടുവന്നു. എന്താ ദൈവം പറയാത്തതായ അഗ്നി? അതിന് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും വേദപുസ്തകത്തിന്റെ
കൊടുത്തിരിക്കുന്നതായ പ്രമാണമനുസരിച്ച് ആലയത്തിൽ ധൂപം കാണിക്കേണ്ടതായ ധൂപകലശത്തിൽ സുഗന്ധവർഗങ്ങളോടൊപ്പം ഇടേണ്ടതായ തീ എന്ന് പറയുന്നത് യാഗപീഠത്തിൽ നിന്ന് ഉള്ളതായ തീ വേണം ആ ധൂപകലശത്തിൽ ഇടാൻ. യാഗപീഠം എവിടെയാണ്? യാഗപീഠം പ്രാകാരത്തിന്റെ വാതിൽക്കലാണ് യാഗപീഠം. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു, യാഗപീഠത്തിന് തീ എന്ത് ചെയ്യരുത്? അണയാനേ പാടില്ല. അപ്പൊ ഏത് നിമിഷം ഏത് സമയത്ത് ചെന്നാലും യാഗപീഠത്തിൽ തീയുണ്ട്. ആ യാഗപീഠത്തിലെ തീ ആയിരിക്കണം ആലയത്തിൽ ധൂപം കാണിക്കുന്നതായ ഈ ധൂപകലശത്തിൽ, ഈ സെൻസറിൽ ഇടേണ്ടത്. പക്ഷേ അഹരോന്റെ പുത്രന്മാരായ നാദാവും അബീഹുവും അത് ഗണ്യമാക്കിയില്ല. യാഗപീഠത്തിൽ നിന്ന് എടുക്കാത്തതായ അവരുടെ കയ്യിലിരുന്നതായ രീതിയിൽ അവർ അത് കത്തിക്കുവാനായിട്ടിടയായി. അത് കത്തിച്ചു കഴിഞ്ഞപ്പോ യഹോവയുടെ കോപം തൽക്ഷണം അവരുടെ മേൽ വരുവാനായിട്ടിടയായി. ഇവിടെയാണ് നാം ദൈവത്തെ ഒത്തിരി ബഹുമാനിക്കേണ്ടതും ഭയപ്പെടേണ്ടതും സ്നേഹിക്കേണ്ടതും. പഴയ നിയമത്തിലെ പോലെ ഇപ്പോഴും അന്യാജ്ഞ കൊണ്ടുവരുന്ന ഒരു ദൈവം കരുണ കൂടാതെ ഇടപെടുമായിരുന്നെങ്കിൽ എത്ര പേർ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കാണുമെന്നുള്ള കാര്യം വളരെ സംശയത്തോടെ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പുതിയ നിയമം കൃപായുഗമായതുകൊണ്ട് ദൈവം നമ്മോട് കരുണ കാണിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ കരുണ ഒരിക്കലും അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുവാനായിട്ട് പാടില്ല. ഫയർ കംസ് ഔട്ട് ഫ്രം ദ ലോർഡ് ആൻഡ് കൺസ്യൂംസ് ദം, they died before the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആ ധൂപകലശം അവർ കത്തിച്ചതേ ഉള്ളൂ. അവര് ആരാണ്? ഇസ്രയേലിലെ ഒന്നാമത്തെ മഹാപുരോഹിതനായ അഹരോന്റെ മക്കളാണ്. അവരുടെ അപ്പൻ അഹരോനാണല്ലോ. അതുകൊണ്ട് ആദ്യം ഒരു വാണിംഗ് കൊടുക്കാം, അവന് പോകട്ടെ. അവരറിവില്ലാത്തത് കൊണ്ട് ചെയ്തു പോയതാണ്, അല്ലെങ്കിൽ അവരുടെ അബദ്ധം കൊണ്ട് ചെയ്തു പോയതാണ്, അവരുടെ അവിവേകം കൊണ്ട് ചെയ്തു പോയതാണ്. ഒരു പ്രാവശ്യം ക്ഷമിച്ചേക്കാമെന്ന് ദൈവം കരുതിയില്ല. അഹരോന്റെ പുത്രന്മാരായിരുന്നിട്ട് പോലും ദൈവസന്നിധിയിൽ നിയമപരമല്ലാതെ വന്നപ്പോ ദൈവത്തിൽ നിന്ന് തീ പുറപ്പെട്ട് അവിടെ വെച്ച് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അവര് കൊല്ലപ്പെട്ടു എന്നാണ് നമുക്കവിടെ വായിപ്പാൻ കഴിഞ്ഞത്. ഫയർ കംസ് ഔട്ട് ഫ്രം ദ ലോർഡ് ആൻഡ് കൺസ്യൂംസ് ദം, ദേ ഡൈ ബിഫോർ ദ ലോർഡ്. മോസസ് ഡിക്ലെയർസ്, among those near me I will show myself holy, before all the people I will be glorified. ദൈവം മോശ മുഖാന്തരം അരുളിച്ചത് എന്താണ്? ഞാൻ എന്റെ ജനത്തിന് മുമ്പാകെ ഞാൻ എന്നെ തന്നെ കാണിക്കും, എന്റെ ജനത്തിന് മുമ്പാകെ ഞാൻ എന്റെ മഹത്വം വെളിപ്പെടുത്തും. ആ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം പാപത്തെ ഓൺ ദ സ്പോട്ടിൽ ന്യായം വിധിക്കുകയാണ്. ദൈവം കരുണയുള്ളവനാണ് എന്ന് വിചാരിച്ച് ആ കരുണ നമുക്കൊരിക്കലും അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുവാൻ സാധ്യമല്ല. കാരണം അറിയാതെ ചെയ്യുന്ന പാപത്തിന് മാത്രമേ ക്ഷമയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായ പാപത്തിന് ശിക്ഷയുണ്ട്, ശിക്ഷ അനുഭവിക്കാതെ പോകുകയില്ല. അതൊരു പക്ഷേ ഇവിടെ വെച്ച് നമുക്ക് ശിക്ഷ കിട്ടിയാൽ രക്ഷപ്പെട്ടു. കാരണം ഇവിടെ വെച്ച് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അവിടെ വെച്ച് ശിക്ഷ കിട്ടും. അവിടെ വെച്ച് എത്ര ചെറിയ ശിക്ഷ കിട്ടിയാലും അത് ഭയാനകമായിരിക്കും. അത് ഒരുപക്ഷെ നിത്യ മരണത്തിലേക്ക് എത്തിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് ശിക്ഷ ലഭിക്കാതിരിക്കേണ്ടതിനും അവിടെ വെച്ച് ശിക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിനും ദൈവസന്നിധിയിലെ കൊടുക്കേണ്ടതായ ബഹുമാനവും ദൈവസന്നിധിയിലെ അനുസരണവും പൂർണ്ണമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അഹരോൻ ഇത് കണ്ട് മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അഹരോൻ ഒരു വാക്കും പറയാനില്ല.
തന്റെ മൂത്ത രണ്ട് ആൺമക്കളാണ് കത്തിപ്പോയത്. ഒരു പിതാവിന് ഒരിക്കലും സഹിക്കാൻ കഴിയത്തില്ല. ചിന്തിച്ചു നോക്കിക്കേ. പക്ഷേ അഹരോൻ ഒരു വാക്കും അവൻ മിണ്ടാതെ നിൽക്കുകയെ. കാരണം അഹരോനോട് ദൈവം പറഞ്ഞു, നീ അവരെ ഓർത്ത് ദുഃഖിക്കരുത്, അവരെ ഓർത്ത് സങ്കടപ്പെടരുത്, അവരുടെ പുറകെ, ആ ഡെഡ് ബോഡിയുടെ പുറകെ നീ പോകരുത്. നീ നിന്നെ തന്നെ നിയന്ത്രിച്ച് ആലയത്തിൽ നിൽക്കണം. ദൈവത്തിന്റെ പ്രമാണം എത്ര ഭയാനകമാണ്. പഴയ നിയമത്തിൽ ആ ഇസ്രായേൽ ജനം എങ്ങനെ വിറച്ചുകൊണ്ട് നിന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? അതേ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഒട്ടും വ്യത്യാസമില്ല. അതേ ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്. ഒന്ന് ചിന്തിച്ചാൽ ദൈവം നമ്മോട് കാണിക്കുന്ന കരുണ ഹിമാലയ സദൃശ്യമാണ് കേട്ടോ. അത്ര വലിയ കരുണയാണ് ദൈവം നമ്മൾ കാണിക്കുന്നത്. ആ കരുണയ്ക്ക് നമ്മൾ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കണമെന്ന് നമുക്കൊരിക്കലും അതിന്റെ അളവ് നിർണ്ണയിക്കുവാൻ കഴിയത്തില്ല. മാത്രമല്ല, സാധാരണ ഒരു കുടുംബത്തിലെ ഒരു അംഗം മരിച്ചാൽ അവിടെ അലമുറയിടും. അഹരോനോട് ദൈവം പറഞ്ഞു, നീ പോകരുത്, അതിന് പകരം എന്ത് ചെയ്യണം? ആ ഡെഡ് ബോഡി ചാർച്ചക്കാരായ രണ്ടുപേർ, എൽസഫാൻ, മിഷായേൽ, ഈ രണ്ട് ചാർച്ചക്കാര് വന്ന് ആ ഡെഡ് ബോഡി, കരിഞ്ഞതായ ഡെഡ് ബോഡി അവിടെ നിർത്തുകൊണ്ട് പോവുക. അഹരോന്റെ ശേഷിക്കുന്നതായ രണ്ട് പുത്രന്മാരും ഏത് രീതിയിൽ അവിടെ നിന്നു എന്നുള്ള കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ആ അധ്യായം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ വെറുതെ വായിച്ചുവിടാറുണ്ട്. അങ്ങനെയല്ല, നിന്നൊന്ന് ചിന്തിക്കണം. അത് അവർക്ക് സംഭവിച്ചതാണ്, നമുക്കങ്ങനെ സംഭവിച്ചില്ലല്ലോ, നാം ന്യായപ്രമാണ യുഗത്തിലല്ലല്ലോ എന്ന് ചിന്തിച്ച് നാം നിസ്സാരമായി കളയരുത്. ദൈവസന്നിധാനത്തിൽ നാം ആരാധന എങ്ങനെയായിരിക്കണം? പ്രമാണപ്രകാരം മാത്രമായിരിക്കണം ആരാധന. നാം ഇഷ്ടമുള്ളത് ചെയ്ത് ഇഷ്ടം പോലെ നടന്ന് നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടത കുത്തി നിറച്ച്, പക നിറച്ച്, അല്ലെങ്കിൽ വിരോധം നിറച്ച് ഞാനും ദൈവവുമായിട്ടുള്ളതായ ബന്ധം മാത്രം മതി എന്നുള്ളതായ നിലയിൽ നാം ദൈവസന്നിധിയിൽ വരുമ്പോ, പഴയ നിയമത്തിലാണെങ്കിൽ ആ നിമിഷം ചാമ്പലാവും. ശ്രദ്ധിച്ചു, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പക്ഷേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശിന്റെ മറയുവാൻ നമുക്ക് കർത്താവ് അനുമതി തന്നത് കൊണ്ട് ആ ദൈവക്രോധം, കാൽവറിയിലെ ക്രൂശ്, അത് തൽക്കാലം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ്? നാം ഒന്നും കൂടെ മാനസാന്തരപ്പെടുവാൻ, നാം ഒന്നും കൂടെ മനസ്സ് പുതുക്കുവാൻ, നാം ഒന്നും കൂടെ രൂപാന്തരപ്പെടുവാൻ നമുക്ക് ചാൻസുകൾ തരികയാണ്. വീണ്ടും ഒരു ചാൻസ് തരികയാണ്. അപ്പോ നമുക്ക് കർത്താവ് ആവർത്തിതമായി ചാൻസ് തരുമ്പോ, നീ ചെയ്ത മിണ്ടാതിരിക്കുകയാൽ ഞാനും നിന്നെ പോലെയുള്ളവനെന്ന് നീ വിചാരിച്ചു. 50-ാം സങ്കീർത്തനം. കള്ളനെ കണ്ടാൽ നീ അവനോട് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുചേരുന്നു. പാപത്തിന്റെ ഒരു പട്ടിക 50-ാം സങ്കീർത്തനത്തിൽ കൊടുത്തിട്ട് ഒടുവിൽ ഞാൻ അടുത്ത ഭാഗം പറയുകയാണ്, നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുകയാൽ ഞാനും നിന്നെ പോലെയുള്ളവനെന്ന് നീ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവം ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം സാവേരിമട്ടെല്ലാം ക്ഷമിക്കും, ഇതൊക്കെ അങ്ങ് പോട്ടെന്ന് വെക്കും എന്നുള്ളതായ ചിന്തയാണ് നമുക്ക്. ഞാനും നിന്നെ പോലെയുള്ളവനെന്ന് നീ വിചാരിച്ചു. അടുത്ത സെന്റൻസ് ഭയാനകമായ സെന്റൻസ് ആണ്. യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകയില്ല. ഇതാണ് പഴയ നിയമത്തിൽ. ആ നിയമം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ ശിക്ഷയുടെ കാഠിന്യം നമ്മുടെ മേൽ വരാതിരിക്കേണ്ടതിന് ഇടയ്ക്കൊരു മധ്യസ്ഥൻ നിൽക്കുകയാണ്. ആരാണ് മധ്യസ്ഥൻ? നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മധ്യസ്ഥനായി ഇടയ്ക്കൊരു മതിലായി നിൽക്കുകയാണ്.
ആ മതിലിന്റെ ഇപ്പുറത്ത് നമ്മൾ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു പോകുകയാണ്. പക്ഷേ അത് എക്കാലവും തുടരുകയില്ല എന്നുള്ള കാര്യം നാം ഭയത്തോടെ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പുതിയ നിയമ സഭ ദൈവസന്നിധിയിലേക്ക് വരുമ്പോ പ്രമാണം അനുസരിച്ച് തന്നെ വരണമെന്ന് പറയുവാൻ കാരണം അഹരോൻ, എലെയാസർ ആൻഡ് ഇഥാമാർ ആർ ഫോർബിഡൻ ടു മോൺ ഓർ ലീവ് ദ ടെന്റ് ആൻഡ് റെസ്റ്റ്. ഞാൻ നിർത്തുകയാണ് ഈ ഭാഗത്ത്. ഇത് രഹസ്യത്തിൽ സംഭവിച്ചതല്ല, ജനമെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ആലയത്തിൽ ധൂപം കാട്ടുവാൻ വന്നതായി പുരോഹിതന്മാരിൽ 5 പേർ 2 പേർ തൽക്ഷണം മരിക്കുകയാണ്. അത് കണ്ട് സ്വന്തം സഹോദരന്മാരായ എലെയാസറും ഇഥാമാറും നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ്. അതിന്റെ അപ്പുറത്ത് ഹൃദയം തകർന്നൊരു പിതാവ് നിൽക്കുകയാണ്. ഇപ്പുറത്ത് ഹൃദയം തകർന്ന് ഒരു ഇളയപ്പൻ നിൽക്കുകയാണ്, മോശ. അവരാരും കരയുന്നില്ല, കരയാൻ പ്രമാണമില്ല, അവർക്ക് ദുഃഖിക്കാൻ പ്രമാണമില്ല, അവർക്ക് ഈ ഡെഡ് ബോഡിയുടെ പുറകെ പോകാൻ അനുവാദവുമില്ല. പറഞ്ഞു, നീ ആലയം വിട്ടു പോകരുത്, ആലയത്തിൽ തന്നെ നിൽക്കണം, അതാ പ്രമാണം. ഞാൻ തൽക്കാലം നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധാനത്തിൽ എങ്ങനെയായിരിക്കണം നാം വരേണ്ടതെന്നും ദൈവസന്നിധിയിൽ എത്ര പവിത്രമാണെന്നും എത്ര വിശുദ്ധമാണെന്നും ഉള്ളതായ ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ തരുന്നത് ലേവ്യ പുസ്തകമാണ്. ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറയുമ്പോൾ എങ്ങനെ വിശേഷതയുള്ളവരായിരിക്കുമെന്നാണ്? നമ്മളെ ദൈവത്തോട് അനുരൂപരാക്കുവാൻ കർത്താവ് ശ്രമിക്കുകയാണ് കേട്ടോ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുമ്പോ നമ്മുടെ താഴ്ചയുള്ളതായ ശരീരത്തെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഇമ്മീഡിയറ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രൊമോഷനിലേക്ക് ചെല്ലാനാണ് കർത്താവ് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നാം ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറയാൻ കാരണം നമ്മുടെ ഇന്നർ മനുഷ്യനുണ്ടല്ലോ, അകത്തെ മനുഷ്യൻ ക്ലീൻ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമെന്ന് നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ച് ദൈവസന്നിധാനത്തിൽ ഭയത്തോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതായ വചനം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ പ്രമാണമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഓരോന്നും പുതിയ നിയമത്തിൽ നമുക്ക് പിൻപറ്റേണ്ടതായ അനേക കാര്യങ്ങളുണ്ട്. ഫിസിക്കലി അല്ല, സ്പിരിച്വലി ആണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവസന്നിധാനത്തിൽ ഒരുക്കമുള്ളവരായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു.